ഹലോ, മധുസൂദനൻ കുഞ്ഞൻപിള്ളയാണ്. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം. ബാക്കി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അയാൾ കഥ എഴുതുകയാണ്. ഇന്ന് മധുസൂദനൻ കുഞ്ഞൻപിള്ളയുടെ കഥ ഇന്ന് രക്തദാനം എന്ന ഒരു ചെറുകഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. രക്തദാനം. വികാസ് തൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാനാണ് ആ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ചെന്നത്. പ്രൗഢിയിലും മോടിയിലും ഒരു കുറവുമില്ലാത്ത ആശുപത്രി, ഒരു ചില്ലുകൊട്ടാരം എന്ന് തന്നെ പറയാം. നല്ല ശുചിയും വൃത്തിയും, വലിയ പാർക്കിംഗ് ഏരിയ, നൂറുകണക്കിന് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള യൂണിഫോം ധരിച്ച് ആശുപത്രി ജീവനക്കാർ. വികാസ് തൻ്റെ സുഹൃത്തുമായി അല്പം നിമിഷങ്ങൾ ചിലവഴിച്ചു. അവന് ഇപ്പോൾ വളരെ ആശ്വാസമുണ്ട്. കഴിയുന്നതും പെട്ടെന്ന് ഡിസ്ചാർജ് ആയാൽ മതിയെന്നായി. ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവായി. അവനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ആശുപത്രിയിൽ പെട്ടെന്നൊരനക്കം. തല പൊട്ടി ഒരു പെൺകുഞ്ഞിനെയും കൊണ്ട് ആ കാറ് വന്നു നിന്നത്. വാവിട്ട് നിലവിളിക്കുന്ന അമ്മ, എന്ത് ചെയ്യാനെന്നറിയാതെ വെപ്രാളപ്പെടുന്ന അച്ഛൻ, തലങ്ങും വിലങ്ങും ഓടുന്ന ആശുപത്രി ജീവനക്കാർ. എന്താണ് നടക്കുന്നതെന്നറിയാനുള്ള കൗതുകത്തോടെ വികാസം ആൾക്കൂട്ടത്തിൽ ഒരാളായി മാറി. വളരെ സുന്ദരിയായ കുട്ടി കണ്ണടച്ച് മയക്കത്തിലാണ്. തലയിൽ നിന്നും മുഖത്തു നിന്നും ഒഴുകുന്ന രക്തം ഏതോ അപകടത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തം. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ കടന്നതും ബന്ധുജനങ്ങൾക്ക് ആൾക്കൂട്ടത്തിനും വിലക്ക്, നോ അഡ്മിഷൻ. 2 നിമിഷത്തിനകം ആശുപത്രിയുടെ നഴ്സ് വാതിൽ തല പുറത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് കുഞ്ഞിന് വേണ്ടി രക്തം സംഘടിപ്പിക്കണം. ഒരുപാട് രക്തം പോയി. ഇത്രയും വലിയ ആശുപത്രിയിലും ബ്ലഡ് ബാങ്കിൻ്റെ സൗകര്യമില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ വെപ്രാളം വീണ്ടും കൂടി. പെട്ടെന്ന് രക്തം സംഘടിപ്പിക്കണം. ബ്ലഡ് ബാങ്കിൽ രക്തം സ്റ്റോക്കില്ല. ഇനി ആരെങ്കിലും കനിയണം. വിങ്ങുന്ന ഹൃദയത്തോട് അച്ഛൻ അപേക്ഷിച്ചു, ആരെങ്കിലും എൻ്റെ മോൾക്ക് രക്തം കൊടുക്കുമോ? അത് കേൾക്കേണ്ട താമസം. കൂടി നിന്ന എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞുപോയി. ആൾക്കാരുടെ പെരുമാറ്റം കണ്ട് വികാസ് അത്ഭുതത്തോടെ തരിച്ചു നിന്നുപോയി. ഇതിനിടയിൽ വികാസിൻ്റെ കയ്യിൽ പിടിച്ച് കുട്ടിയുടെ അച്ഛൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. അവൻ അമ്പരപ്പിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അയാളുടെ കൂടെ മുന്നോട്ട് നടന്നു. അവൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ചോദ്യമുയർന്നു, താങ്കൾക്ക് എന്താ മോൾക്ക് രക്തം കൊടുത്താൽ? അയാൾ വികാസിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു പറഞ്ഞു, എനിക്ക് പേടിയാണ്. ഞാൻ ഇതുവരെ ആർക്കും രക്തം കൊടുത്തിട്ടില്ല. വികാസ് അമ്പരപ്പോടെ അയാളെ നോക്കി. സ്വന്തം മകൾ മരണത്തോടടുക്കുമ്പോൾ അയാൾ പേടിച്ച് നിൽക്കുകയാണ്. വികാസിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വികാരം ഉയർന്നു പൊങ്ങി. അത് വെറുപ്പോ പുച്ഛമോ എന്ന് അവനറിയില്ല. അവൻ്റെ മുഖഭാവം കണ്ടിട്ട് അയാൾ അപേക്ഷിച്ചു, അനിയ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. താങ്കൾ ചോദിക്കുന്ന തുക തരാം. എൻ്റെ മകളെ രക്ഷിക്കൂ. വികാസ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ ഓമനത്തം തുളുമ്പുന്ന മുഖം വിടർന്നു വന്നു മനസ്സിൽ. അവൻ നിർവികാരനായി ആശുപത്രിയുടെ കിടക്കയിൽ കിടന്ന് കയ്യിൽ നിന്നും കുഴൽ വഴി ബ്ലഡ് ബാഗിലേക്ക് ഉറ്റു വീഴുന്നു രക്തത്തുള്ളികൾ. അവൻ്റെ ധർമ്മം കഴിഞ്ഞ് സ്പിരിറ്റ് നനച്ച പഞ്ഞിയെടുത്ത് സൂചി കുത്തിയ സ്ഥലത്ത് തിരുമ്മി നടക്കുമ്പോൾ അയാൾ പുറകെ വന്ന് പറഞ്ഞു, വലിയ ഉപകാരം. പോക്കറ്റിൽ നിന്നും കുറേ നോട്ടുകൾ എടുത്ത് അവൻ്റെ കയ്യിൽ തിരുകി. വികാസ് പറഞ്ഞു, വേണ്ട, എനിക്ക് പൈസ വേണ്ട. അവൻ അദ്ദേഹത്തിൻ്റെ നോട്ടുകൾ മടക്കി കൊടുത്തു. മുന്നോട്ട് നടന്നു. അയാൾ പിന്മാറിയില്ല. പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തു പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും മടിക്കണ്ട, വന്ന് കണ്ടോളൂ. ഇതെൻ്റെ അഡ്രസ്സ്. ആ കാർഡ് തുരുപിടിച്ച് വികാസ് മുന്നോട്ട് നടന്നു. ആശുപത്രിയുടെ വലിയ ഗേറ്റ് കിടന്നപ്പോൾ അതിനടുത്ത് കൂടിക്കിടക്കുന്ന ചവറ്റുകൂട്ടത്തിൽ ആ കാർഡും ചുരുട്ടി എറിഞ്ഞു. വികാസിൻ്റെ മനസ്സ് പറഞ്ഞു, സ്വന്തം മകൾക്ക് പ്രയോജനപ്പെടാത്ത ആളാണ് അന്യനായ എനിക്ക് പ്രയോജനപ്പെടാൻ പോകുന്നത്. വികാസ് കൈവീശി നടന്നു. മധുസൂദനൻ കുഞ്ഞൻപിള്ള ഇനി അടുത്ത കഥയുമായിട്ട്. നമസ്കാരം.